ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പണ്ഡിതന്മാർ ശൈഖുനാ ശംസുൽ ഉലമ അബൂജഹലിനോട് ഉപമിച്ചവർ നഊദു ബില്ലാഹ്. മഹാനായ ഇ.കെ. ഹസൻ മുസ്ലിയാർ എന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ധ്വജവാഹകനായ ധീരനായ പണ്ഡിതൻ മരണരോഗത്തിൽ കിടക്കുമ്പോൾ ഇവരുടെ നേതാവ് ഉമർ മൗലവി കത്തെഴുതുകയാണ്, ഇ.കെ. ഹസൻ മുസ്ലിയാർ അസ്ലിം തസ്ലിം, ഹസൻ മുസ്ലിയാർ നിങ്ങൾ മുസ്ലിമാകണം, ഈമാനില്ലാതെ മരണപ്പെട്ടു പോകരുത് എന്ന് മരണക്കിടക്കയിൽ കിടക്കുന്ന നമ്മുടെ ഉലമാഇനെ ആക്ഷേപിച്ചുകൊണ്ട് ശിർക്കാരോപണത്തിന്റെ ശരമെയ്തുകൊണ്ട് അവർക്കെതിരെ വളരെ മോശമായ ആരോപണങ്ങൾ ഉന്നയിച്ച ആളുകളാണ് ഇങ്ങനെ പരസ്പരം തല്ലുകൂടുന്നത്. ഇവിടെ പ്രസംഗിച്ച മൗലവിന്റെ ഒരു കരച്ചിലും കൂടി കേട്ടാലോ? ഇതൊക്കെ ഞാൻ പറഞ്ഞത് അവരാക്ഷേപിക്കലല്ലോ നമ്മളെ ലക്ഷ്യം, മറിച്ച് മുശ്രിക്കുകളാണ് സമസ്തക്കാർ, ജിഫ്രി തങ്ങൾ അവരുടെ നേതാവാണ്, നഊദു ബില്ലാഹ്, അങ്ങനെയൊക്കെയാണ് ഇവർ പ്രസംഗിക്കുന്നത്. ലോകത്തുള്ള എല്ലാ മുശ്രിക്കുകളെയും എടുത്തു വെച്ചാൽ അതിനേക്കാൾ അപ്പുറമാണ് സമസ്തക്കാർ, മക്ക മുശ്രിക്കുകളെക്കാൾ അപ്പുറമാണ് സമസ്തക്കാർ എന്നൊക്കെ പറഞ്ഞ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പണ്ഡിതന്മാർക്ക് നേരെ, നിഷ്കളങ്കരായ വിശ്വാസികൾക്ക് നേരെ ശിർക്കിന്റെ അമ്പെയ്തവർ കരയുന്നത്. ബാലുശ്ശേരി മൗലവി ഒന്ന് കരയട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇരിക്കുന്നവരെ, ഞാൻ കഴിഞ്ഞ ദിവസം വേദനിച്ചു പോയി. എന്താ വേദന? എന്റെ മുഖത്ത് നോക്കി ഒരു കേന്ദ്രമുകാരൻ, എടാ മുശ്രിക്കേ, കാഫിറേ, കേരളത്തിലെ സമസ്തയെ പോലെ നീ ശിർക്ക് പ്രചരിപ്പിക്കുകയാണ് കാഫിറേ എന്ന് കേന്ദ്രമുകാരൻ കെട്ടയിച്ചു വിട്ടവർ വിളിക്കുന്നു. നിങ്ങൾ റബ്ബിനെ പേടിച്ചോളി, റബ്ബിനെ പേടിച്ചോളി. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പണ്ഡിതന്മാർക്ക് നേരെ നിങ്ങൾ ഉണ്ടാക്കിയ നിർവചനം, അതേ നിർവചനം വെച്ചിട്ടാണ് ഇപ്പൊ ബാലുശ്ശേരി മുശ്രിക്ക എന്ന് പറയുന്നത്. സമസ്തയുടെ ആലിമീങ്ങളെ ഇവിടെയുള്ള നിഷ്കളങ്കരായ വിശ്വാസികളുടെ മേലിൽ ശിർക്ക് ആരോപിക്കാൻ ഇപ്പോ റബ്ബിനെ പേടിച്ചോളി. എന്താ റബ്ബ് ഇപ്പൊ ഉണ്ടായതാ? നിങ്ങൾ ഇത് പറയുമ്പോ റബ്ബ് ഇവിടെ കാണില്ലേ? ബാക്കി പറയട്ടെ. ഏതൊരു നാഥന് വേണ്ടി തെരുവിലടി കൊണ്ടുവോ, ഏതൊരു നാഥന്റെ വചനം ക്ഷേത്രത്തിന്റെ അങ്കണത്തിൽ പ്രഖ്യാപിച്ചുവോ, ഏതൊരു നാഥന് വേണ്ടി തൗഹീദ് പറഞ്ഞുവോ, അവരെ മുശ്രിക്ക് എന്ന് വിളിക്കാൻ നാണമില്ലാത്ത ഈ റമദാനിന്റെ പരിശുദ്ധത കാത്തു സൂക്ഷിക്കാത്ത നിങ്ങളോട് അല്ലാഹ് പൊറുത്തു തരട്ടെ. എങ്ങനെയുണ്ട് കരച്ചില്? എന്തിന്റെ പേരില? ശിർക്കാണ്. ഈ ബാലുശ്ശേരി മുശ്രിക്കാണെന്നാണ് മറ്റൊരു വിഭാഗം പറയുന്നത്. ഇങ്ങനെ ലോകത്തുള്ള മുസ്ലിമീങ്ങളെ, ഹജ്ജിന് വരുന്ന ഹജ്ജാജിമാരെ മുഴുവൻ മുശ്രിക്കാണ് എന്ന് പറഞ്ഞവർ ആ ശിർക്ക് ബൂമറാങ് പോലെ തിരിച്ചടിച്ചപ്പോ സമൂഹത്തിന്റെ മുമ്പിൽ വന്ന് പരസ്യമായിട്ട് കരയാണ്. ഇത് മാത്രമല്ല കേട്ടോ, ഇതിന്റെ ബാക്കി ഒരുപാടുണ്ട്. ഇയാളെ കരച്ചിൽ കേട്ടാ നമ്മളെ കണ്ണിന്ന് ഇങ്ങനെ വള്ളം ചാടും. അത്രക്ക് ദയനീയമായ അവസ്ഥയാണ്. അടുത്തത് സക്കരിയ സ്വലാഹി കരയണതും കൂടി കേൾക്കൂ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇപ്പൊ എന്താ ഉണ്ടായത്? എന്നെ പുറത്താക്കിയത് എനിക്ക് പ്രശ്നമില്ല, ഞാൻ പുറത്തു നിൽക്കാൻ റെഡിയാണ്. പക്ഷേ ശിർക്കാരോപിച്ച് പുറത്താക്കി, അതാണ് സഹിക്കാൻ കഴിയാത്ത കാര്യം. കഴിഞ്ഞ 30 കൊല്ലമായി ഈ പ്രബോധന രംഗത്ത് ഇടപെടലില്ലാതെ നിൽക്കുന്ന കണ്ണന പ്രസംഗങ്ങളും വാദപ്രതിവാദങ്ങളും ലേഖനങ്ങളും ഒക്കെയായി, പുസ്തകങ്ങളുമായി എന്നാൽ കഴിയുന്ന തൗഹീദി രംഗത്തെ സേവനങ്ങളൊക്കെ ചെയ്യുന്ന എന്നെ ശിർക്കാരോപിച്ച് പുറത്താക്കി. ഈ കഴിഞ്ഞ 30 കൊല്ലം നിങ്ങൾക്ക് എന്തായിരുന്നു പണി? അല്ല, അതും കൂടിയും പറയണല്ലോ. കഴിഞ്ഞ 30 കൊല്ലം എന്തായിരുന്നു പണി? എല്ലാരും മുശ്രിക്കാണ് എന്ന് വേദി കെട്ടി പറഞ്ഞ് പാവപ്പെട്ട വിശ്വാസികളുടെ വിശ്വാസം പഴപ്പിക്കുക. ഇപ്പൊ കണ്ടോ, ഇതെങ്ങനെ? ഇത് നമ്മൾ ആരോപിക്കല്ലോ. ഇവര് മുശ്രിക്കാണെന്ന് നമ്മൾ എവിടെയും പറയണില്ല. ഇത് പറയണതാരാ? ഒപ്പം പ്രസംഗിച്ചു നടന്നവർ, ഒരേ വേദിയിൽ ഇരുന്നവർ, ഒരേ സംഘടനയുടെ സെക്രട്ടറിയും പ്രസിഡന്റുമായി പ്രവർത്തിച്ചവർ, ഒരേ വാഹനത്തിൽ പരിപാടിക്ക് പോയിരുന്നവർ, ഒരേ സ്റ്റേജിൽ ഉദ്ഘാടകനും അധ്യക്ഷനുമായിരുന്നവർ പരസ്പരം തെരുവിൽ ശിർക്ക് ആരോപിക്കുകയാണ്. ഞാനിത് പറയുന്നത് എന്തിനാണെന്നറിയോ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ? ഇത് 920കളിൽ ഇവരുണ്ടാക്കിയ വ്യാജ തൗഹീദാണ്. അത് അവര് മുസ്ലിമീങ്ങളുടെ മേലിൽ കൊണ്ടുവന്നു. മുസ്ലിമീങ്ങളൊക്കെ ഇസ്ലാമിൽ നിന്ന് പുറത്താണെന്ന് പറഞ്ഞപ്പോ വിധി വൈപരീത്യം പോലെ അത് അവരിലേക്ക് തിരിച്ചടിച്ചു. അതിന്റെ അവസ്ഥയാണ് കാണുന്നത്.